എന്തിനു വേണ്ടെന്ന് മനസ്സ് പറയുന്നു. എല്ലാ നീക്കവും ആ ഡയറി വായിച്ചിട്ട് മതി. നാളെ മൃഗശാലകളിൽ അന്വേഷണം നടത്തണം. ആ ചെന്നായ അവരുടേതാണെങ്കിൽ നടപടിയെടുക്കണം. പിറ്റേന്ന് പുലർച്ചെ വിചിത്രമായ ചില വാർത്തകളാണ് മാർലോയെ ഉണർത്തിയത്. ഏ രാത്രിയിൽ വിചിത്ര ജീവിയുടെ ആക്രമണം, യുവതി മരിച്ച നിലയിൽ. മൈ ഗോഡ്, ആ ചെന്നായ തന്നെ. സർ, ആ യുവതിയെ വിചിത്ര ജീവി ആക്രമിക്കുമ്പോൾ അടുത്ത് ആരും ഉണ്ടായിരുന്നില്ല. വീടിന് മുന്നിൽ നിന്നാണ് മൃതദേഹം കിട്ടിയത്. പിന്നെ വിചിത്ര ജീവിയാണെന്ന് എങ്ങനെ മനസ്സിലായി? സർ, അവിടെ ചെന്നായയുടേതുപോലുള്ള കാൽപ്പാടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പറയൂ. അത് ചെന്നായയാണെന്ന് തോന്നുന്നില്ല സാർ. അതവൻ തന്നെ. അടുത്തുള്ള പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന യുവതി പതിവ് പോലെ വീട്ടിലേക്ക് മടങ്ങി. അമ്മയോടൊപ്പം ഒറ്റയ്ക്കാണ് അവർ താമസിച്ചിരുന്നത്. രാത്രിയിൽ വാതിലിൽ മുട്ടുകേട്ട് അവർ വാതിൽ തുറന്നു. പെട്ടെന്നാണ് ആക്രമണമുണ്ടായത്. ശബ്ദം കേട്ട് പ്രായമായ അമ്മ എത്തിയപ്പോഴേക്കും അവിടെ ആരെയും കണ്ടില്ല. അവരുടൻ തന്നെ ബഹളം കൂട്ടി ആളുകളെത്തി, പോലീസും എത്തി. കുറച്ചു നേരത്തെ തിരച്ചിലിനൊടുവിൽ അവളുടെ ചലനമറ്റ ശരീരം കണ്ടെത്തുന്നു, അടുത്തുള്ള കുറ്റിച്ചെടികൾക്കിടയിൽ നിന്നും. സർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എത്തിയിട്ടുണ്ട്. തരൂ, അതിലെന്തെങ്കിലും സൂചന ഉണ്ടാവും. ഇത് ആശ്ചര്യമായിരിക്കുന്നല്ലോ. ഇവരുടെ മരണം സംഭവിച്ചിരിക്കുന്നത് മാരകമായ മുറിവേറ്റല്ല. ശരീരത്തിലെങ്ങും ചെന്നായ കടിച്ചു കയറിയ പാടുകളുമില്ല. പകരം കഴുത്തിൽ ചെറിയ 2 പാടുകൾ മാത്രം. അതും പാമ്പ് കടിച്ചതുപോലുള്ള പാടുകൾ. പക്ഷെ മരണം നടന്നത് ശരീരത്തിൽ നിന്ന് അമിതമായി രക്തം നഷ്ടപ്പെട്ടിട്ടാണ്. അതെങ്ങനെ സാധിക്കും? ആ ചെറിയ 2 മുറിവിൽ നിന്ന് ഇത്രയും രക്തം നഷ്ടപ്പെടുമോ? ഏതായാലും ആ പോസ്റ്റ്മോർട്ടം നടത്തിയ സർജനെ ഒന്ന് കാണണം. അദ്ദേഹത്തിൻ്റെ വീട് ഇവിടെ എവിടെയോ ആണ്. എന്താണ് ഇവിടെ ആൾക്കൂട്ടം? ഇന്നലെ അപകടത്തിൽ കൊല്ലപ്പെട്ട ആ യുവതിയുടെ മൃതദേഹം സംസ്കരിക്കുകയാണ്. സാറ മരിച്ചെന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഉറങ്ങിക്കിടക്കും പോലെയുണ്ട്. സത്യം, എല്ലാവരും പറയുന്നത് അതുതന്നെയാണല്ലോ. മാർലോ ആളുകൾ പിരിയാൻ കാത്തുനിന്നു. അതിനുശേഷം, പറയൂ സാറാ, നീ എങ്ങനെയാണ് മരിച്ചത്?